എടുക്കുന്നത്? വരും നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹിന്ദിയിലൊക്കെ നമ്മൾ കുറച്ചായിട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. ആദ്യമായിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻസാനിയത് കി മിസാൽ എന്ന് പറയുന്ന ഒരു സമാചാറാണ്. ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് മക്കൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ഒരു പാഠം എന്ന് പറയുന്നത് അല്ലെ. സാരമില്ല, അതൊക്കെ നമ്മൾ അടിപൊളിയാക്കി എടുത്തു തരും കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക. ഇൻസാനിയത് കി മിസാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യത്വത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നതാണ് അല്ലെ. എന്താണ്? മനുഷ്യത്വത്തിന്റെ, ഹ്യൂമാനിറ്റിയുടെ ഉദാഹരണം, എക്സാമ്പിൾ എന്ന് പറയുന്നതാണ്. ഒന്നുമില്ല, ഇതൊരു സമാചാറാണ്. ഈ സമാചാർ എന്ന് പറയുന്ന വാക്കൊക്കെ മക്കൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും അല്ലെ. പത്രവാർത്തയ്ക്കാണ് നമ്മൾ സമാചാർ എന്ന് പറയുന്നത് അല്ലെ. ഒരു പത്രവാർത്തയിൽ, ഒരു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഈ റിപ്പോർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എന്തായിരുന്നു സംഭവം? ബദ്രിനാഥിൽ 2013 കാലഘട്ടത്തിൽ ഉണ്ടായ പ്രളയം അല്ലെ. ആ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരവരെ മാത്രം നോക്കാതെ ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്തു? സംരക്ഷിച്ചു, അവരെയൊക്കെ രക്ഷിച്ചു അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഇൻസാനിയത് കി മിസാൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മക്കൾ നന്നായിട്ട് അത് വായിച്ചു നോക്കണം. അപ്പൊ ആ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് മിസ്സേ? ആ പാഠത്തിൽ നിന്ന് ചോദിക്കാനുള്ള, എക്സാമിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ മക്കൾക്ക്. ആ പിക്ചർ തന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ മിസ് വായിക്കാവേ. നോക്കിയേ, സൈലാബ് ജാസി. സൈലാബ് എന്ന് വെച്ചാൽ എന്താണ്? പ്രളയമാണ് അല്ലെ. പ്രളയം എന്താന്ന് നമുക്ക് അറിയാലോ അല്ലെ. വെള്ളപ്പൊക്കവും പിന്നെ മലയിടിച്ചിൽ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് വരുന്ന പ്രളയം അല്ലെ. നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ പ്രളയത്തിനാണ് നമ്മൾ ഹിന്ദിയിൽ സൈലാബ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സൈലാബ് അല്ലെ. സൈലാബ് പോലെയുള്ള പ്രാകൃതിക് എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതി അല്ലെ. എന്താണ്? പ്രകൃതി ദുർഘടന എന്ന് വെച്ചാൽ എന്താണ്? ദുരന്തങ്ങൾ അല്ലെ. ദുരന്തങ്ങൾ ഓർ ഇസ് ദൃശ്യ കെ ബീച്ച്. നമ്മുടെ സൈലാബ് പോലെയുള്ള, പ്രളയം പോലെയുള്ള ദുരന്തങ്ങൾക്കും പിന്നെ ഈ ഒരു പിക്ചറിനും ഇടയിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രളയം. പിന്നെ ഈ പിക്ചർ മക്കൾ നോക്കിക്കേ, പിക്ചറിൽ എന്തൊക്കെ കാണുന്നുണ്ട്? മലയിടിച്ച് വെച്ചേക്കുന്നുണ്ട്. പിന്നെന്താണ്? മൃഗങ്ങളൊക്കെ എന്താണ്? എല്ലും തോലും ആയി കിടക്കുകയാണ്. ഇപ്പുറത്തെ ഒരു മൃഗം ചത്ത് കിടക്കുന്നുണ്ട്. ഒരു കുന്നിന്റെ മുകളിൽ വീട് വെച്ചിട്ടുണ്ട്. മരങ്ങളൊക്കെ ഉണ്ടോ? മരങ്ങളൊന്നും ഇല്ല അല്ലെ. അപ്പൊ പ്രകൃതി ദുരന്തം തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്, ഇവിടെയും കാണുന്നത് അല്ലെ. പ്രളയം വേറൊരു തരത്തിലുള്ള ദുരന്തമാണ്, ഇത് വേറൊരു തരത്തിലുള്ള ദുരന്തമാണ് അല്ലെ. അപ്പൊ ഇതാണ് ഇതിന് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മക്കളോട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് അല്ലെ. എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇതിന്റെ ഒക്കെ പിന്നിൽ നമ്മൾ തന്നെയാണ് അല്ലെ. നമ്മൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ മക്കൾ പഠിച്ചു പോയിക്കോളാം. അപ്പോഴത്തേക്കും എക്സാമിലേക്കും നിങ്ങൾ അടിപൊളിയായിട്ട് ഇത് പഠിച്ചു കഴിയും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചോളാം. ഈ 3 സന്ദേശങ്ങളും എഴുതി പഠിച്ചോളാം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ്? സന്ദേശവാക്യ ജോഡെ. സന്ദേശവാക്യങ്ങൾ, നമുക്ക് സന്ദേശം തരുന്ന എന്തെങ്കിലും ഒരു വാക്യങ്ങൾ ജോഡെ ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പോസ്റ്ററിനെ സാർത്ഥക് ബനായെ. സാർത്ഥക് ബനായ എന്ന് വെച്ചാൽ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി പറയാം കേട്ടോ. അർത്ഥവത്താക്കി മാറ്റുക അല്ലെങ്കിൽ മീനിങ് ഫുൾ ആക്കുക. അതായത് ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പിക്ചറിന് നമ്മൾ കുറച്ച് സന്ദേശവാക്യങ്ങളും കൂടി ചേർത്ത് കൊടുത്ത് എന്താവും? ഇത് നല്ല മീനിങ് ഫുൾ ആയിട്ട് മാറും അല്ലെ. അങ്ങനെ നിങ്ങളോട് കുറച്ച് വാക്യങ്ങൾ എഴുതി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കൾക്ക് മിസ് പറഞ്ഞു തരും. അപ്പൊ ഇത് പഠിച്ചാൽ മതി കേട്ടോ. ശ്രദ്ധിക്കാം. പ്രകൃതി ഹമാര വരദാൻ ഹേ. ഫസ്റ്റത്തെ ഭാഗം മക്കൾ പഠിക്കേണ്ടത് എന്താണ്? പ്രകൃതി നമ്മുടെ എന്താണ്? വരദാനമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വരദാനമായിട്ടാണ് നമ്മൾ ആര് കാണുന്നത്? പ്രകൃതിയെ കാണുന്നത് അല്ലെ. പ്രകൃതി ഹമാര എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വരദാനമാണ്. വരദാനത്തിന് വരദാൻ എന്നാക്കി മാറ്റി അല്ലെ. ഇത് മലയാളം തന്നെയാണ് മക്കൾ, അങ്ങനെ പഠിച്ചു വെക്കട്ടോ. ഉസ്പർ, അതിനുമേൽ. ഉസ്പർ എന്ന് വെച്ചാൽ എന്താണ്? അതിനുമേൽ എന്ത് ചെയ്യാൻ പാടില്ല? അതിനുമേൽ ഹസ്തക്ഷേപ് മത് കരോ. ഹസ്തക്ഷേപ് എന്ന് വെച്ചാൽ കൈകടത്തലിനാണ് നമ്മൾ ഹസ്തക്ഷേപ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പറയുമ്പോൾ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാണ്. അതുകൊണ്ട് മക്കളെ എഴുതി പഠിച്ചോളാം, പറഞ്ഞ് പഠിച്ചോളാം കേട്ടോ. ഹസ്തക്ഷേപ് എന്ന് വെച്ചാൽ എന്താണ്? കൈകടത്തൽ എന്നുള്ള അർത്ഥമാണ്. എന്താണ്? കൈകടത്തൽ എന്നുള്ള അർത്ഥമാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളാം. മത്
മത് കരോ എന്ന് വെച്ചാൽ എന്താണ്, ചെയ്യരുത് എന്നുള്ള അർത്ഥത്തോടെ എന്താണ്, ചെയ്യരുത്. ഓക്കെ, അപ്പൊ എന്താണ് ഉസ്പർ, അതായത് പ്രകൃതിക്ക് മേൽ എന്ത് ചെയ്യാൻ പാടില്ല, ഹസ്തക്ഷേപം ചെയ്യാൻ പാടില്ല. ആര്, നമ്മള് എന്ന് പറയാണ്. പോസ്റ്റർ ആണല്ലേ, പോസ്റ്ററിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണാം. പര്യാവരൺ കി രക്ഷ, പര്യാവരൺ എന്ന് വെച്ചാൽ എന്താണ്, പരിസ്ഥിതിയാണ് കേട്ടോ. എന്താണ്, പരിസ്ഥിതി. ഈ വാക്കുമക്കൾ എഴുതി പഠിച്ചോണം. പരിസ്ഥിതി, പര്യാവരൺ കി രക്ഷ, പരിസ്ഥിതിയുടെ രക്ഷ എന്ന് പറയുന്നത് ഹമാരി സുരക്ഷ, നമ്മുടെ എന്താണ്, സുരക്ഷയാണ്. ഈസി അല്ല സാധനം. ഈസി ആയിട്ട് ഈ 3 സന്ദേശവാക്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മക്കൾ നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടന്റ് ആയിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ബൈ.